പ്രധാനമന്ത്രിക്ക് പിന്നാലെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തൃശൂരിലേക്ക്. ഫെബ്രുവരി 3 നടക്കുന്ന കോൺഗ്രസ് മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഖാർഗെ എത്തുന്നത്. മഹാസമ്മേളനത്തോടെ പാർട്ടി അപ്പാടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമാകുമെന്ന് നേതാക്കളും അറിയിച്ചു. ശനിയാഴ്ച 3:30 തേക്കിൻകാട് മൈതാനത്ത് വെച്ചാണ് സമ്മേളനം. സംസ്ഥാനത്തെ 25,177 ബൂത്തുകളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റ്, വനിതാ വൈസ് പ്രസിഡന്റ്, BLAമാർ എന്നിങ്ങനെ 3 പേരടങ്ങുന്ന 75,000-ൽ പരം പ്രവർത്തകരും മണ്ഡലം മുതൽ AICC തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും ഉൾപ്പെടെ 1,00,000-ഓളം പേർ മഹാസമ്മേളനത്തിന്റെ ഭാഗമാകും. ഖാർഗെ ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റും BLAമാരുമായി നേരിട്ട് സംവാദം നടത്തും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര കടന്നുപോകാത്ത സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഖാർഗെ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും അദ്ദേഹം എത്തുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന തൃശൂർ തന്നെ തിരഞ്ഞെടുത്ത് പാർട്ടിക്ക് ശക്തമായ മറുപടി കൂടി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇക്കുറി ശക്തമായ മത്സരത്തിനാണ് തൃശൂർ കളമൊരുങ്ങിയിരിക്കുന്നത്. എന്ത് വില കൊടുത്തും മണ്ഡലം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് BJP മണ്ഡലത്തിൽ പ്രചരണം നയിക്കുന്നത്. സുരേഷ് ഗോപിയെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചില്ലെങ്കിലും തൃശൂരിൽ ഇതിനോടകം തന്നെ അദ്ദേഹം കളം നിറഞ്ഞു കഴിഞ്ഞു. അതേസമയം BJP പ്രചാരണം ശക്തമാക്കിയതോടെ നിലവിലെ സിറ്റിംഗ് MP കൂടിയായ TN പ്രതാപൻ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ജില്ലയിൽ ചുമരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു. വെങ്കിടം കവലയിലാണ് പ്രതാപനെ വിജയിപ്പിക്കാമെന്ന് ആവശ്യപ്പെട്ട് ചുവരെഴുത്ത് നടത്തിയത്. എന്നാൽ പിന്നീട് പ്രതാപൻ തന്നെ ഇടപെട്ട് ഈ ചുവരെഴുത്ത് മായ്പിച്ചു. പ്രഖ്യാപനമുണ്ടാകാതെ പേരെഴുതുന്നത് നിർദ്ദേശം നൽകിയിരുന്നതായി അദ്ദേഹം പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കഴിഞ്ഞ തവണ 4,15,089 വോട്ടുകൾ നേടിയായിരുന്നു മണ്ഡലത്തിൽ പ്രതാപൻ വിജയിച്ചത്. 17.5% വർധനവോടെ 2,93,822 വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത്.